നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LBS രണ്ട് സുപ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ നഴ്സിംഗിന് ഈ വർഷം LBS വഴിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. കഴിഞ്ഞ വർഷം വരെ DHS, DME അങ്ങനെ രണ്ട് ഘട്ടത്തിലായിട്ട് വെവ്വേറെ രീതിയിലായിരുന്നു, അതായത് ഓഫ്ലൈൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു അതിന്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം LBSന് ലഭിച്ചിരിക്കുന്ന ഉത്തരവ് പ്രകാരം കേരളത്തിലുള്ള ഏകദേശം 15ഓളം വരുന്ന DHSന്റെ കീഴിലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിലേക്കും DMEയുടെ കീഴിലുള്ള 3ഓളം മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ചിട്ടുള്ള നഴ്സിംഗ് സ്കൂളുകളിലേക്കും LBS മുഖേന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ നടപടികൾ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ LBSന്റെ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ നമുക്കറിയാവുന്നതല്ല, കഴിഞ്ഞ വർഷം വരെ DHSൽ ഓരോ ജില്ലയിലേക്കുമുള്ള സ്കൂളുകളിലേക്ക് ആ ജില്ലയിലെ ഉള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നത്. ഈ ഒരു വർഷം എങ്ങനെയാവും എന്നുള്ളത് നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ LBS വഴിയായിരിക്കും മിക്കവാറും ജനറൽ നഴ്സിംഗിന്റെ അഡ്മിഷൻ നടപടികൾ ഈ വർഷം ആരംഭിക്കാൻ സാധ്യതയുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട വിവരം ഇതാണ്. LBSൽ നിലവിൽ മുന്നോട്ട് നടക്കാനുള്ള ഓരോ സ്റ്റെപ്പുകളുടെയും ടെന്റേറ്റീവ് ഷെഡ്യൂള് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ ഈ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി തന്നെ മിക്കവാറും വരുന്ന അലോട്ട്മെന്റുകളൊക്കെ നടത്തുന്നതായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, എല്ലാ വർഷങ്ങളും ഈ രീതിയിൽ ടെന്റേറ്റീവ് ഷെഡ്യൂൾസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നീണ്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ വീണ്ടും എക്സ്റ്റൻഷൻ 17-ാം തീയതി വരെ 10 ദിവസം മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് നമുക്ക് ഈ പറയുന്നത് പോലെ എക്സ്റ്റൻഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഈ പറയുന്ന 15-ാം തീയതിക്ക് മുന്നേ, ഇപ്പൊ ഷെഡ്യൂൾ അനുസരിച്ച് 15-ാം തീയതി മുന്നേ ഇംപ്രൂവ്മെന്റ് റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ടും കൂടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുവാനായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായാലും ഇംപ്രൂവ്മെന്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അതിന് മുന്നേ തന്നെ റിസൾട്ട് വരികയും ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മാർക്കുകൾ, റീവാലുവേഷൻ മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.